എടി തമ്പുരു, നീ അറിഞ്ഞോ ആയിഷ ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിൽ പേപ്പർ കൊടുത്തു. ആണോടി ഇവിടെ? ഞാനാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല. ആ തള്ളക്കാണെങ്കിൽ എന്നെ കാണുന്ന തീരെ ഇഷ്ടമല്ല. അന്നിപ്പോ എന്തായാലും കണക്കിന് കിട്ടും. നീ കുറച്ചെല്ലാം എഴുതിയിട്ടുണ്ടാവുമല്ലോ, ഞാനാണെങ്കിൽ ഒന്നും എഴുതിയിട്ടില്ല. ഇജല്ലേ, ഇജ് ഫുൾ എഴുതിയിട്ടുണ്ടാവും, ഞാനാണ് ഒന്നും എഴുതാത്തത്. ഇല്ലടി, എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല. പ്രാവശ്യത്തെ എക്സാം നല്ല ടഫായിരുന്നു, ഒന്നും എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശിവ, എന്തൊക്കെയാണ് എന്റെ വർത്താനം? കുറെ സൈല കണ്ടിട്ട്. ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്നല്ലേ ആദ്യമായിട്ട് കാണുന്നത്? അത് ശരിയാടാ സുലൈമാനെ, ഞാനും പറയാൻ നിൽക്കുന്നു. പ്രാവശ്യം എക്സാമിനാണ് കാണാനായിട്ട് ഭയങ്കര സങ്കടം. അതെന്താടാ സുലൈമാനെ എനിക്ക് അങ്ങനെ ഒരു സങ്കടം? അത് പിന്നെ എന്താണെന്നൊന്നും അറിയാത്ത പോലെ. എക്സാം പേപ്പർ കിട്ടുന്നുണ്ടാവില്ലെന്ന്. എനിക്ക് എന്തായാലും ഫുൾ മാർക്ക് ഉണ്ടാവും. അതെന്താടി ഈ ഫുൾ എഴുതിക്കണോ? പ്രാവശ്യത്തെ എക്സാം എല്ലാവർക്കും ടഫല്ലായിരുന്നു, ഉണക്ക് ഭയങ്കര ഈസി ആയിരുന്നു. അതൊന്നല്ലടി, ഞാൻ ആമിനാൻറ്റിൽ നോക്കിയിട്ടേ കുറച്ചൊക്കെ എഴുതിക്കണോ, അപ്പോൾ ചിലപ്പോൾ മാർക്ക് കുറച്ച് കിട്ടണ്ട. എൻ്റെ അടുത്താണെങ്കിലും ആ പൊട്ട സുലൈമാനിന്നു. എനിക്കാണെങ്കിലും ഒന്നും അറിയില്ല. പിന്നെ ചോദിച്ച് എഴുതാനും ആരും ഉണ്ടായിരുന്നില്ല അടുത്ത്. എനിക്കെന്തായാലും മാർക്കിനുണ്ടാവില്ല. വല്ല കോപ്പിയും വെച്ചാൽ മതിയെന്നു, ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ടീച്ചർ വരുമ്പോൾ കാണാം. ഇത് സങ്കടപ്പെടാതിരിക്കടി, എനിക്ക് മാർക്കൊക്കെ ഉണ്ടാവുമേ. ഉണ്ടായാൽ കാണാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എന്താ സുലൈമാൻ ഈ അങ്ങോട്ടൊക്കെ ഇരിക്കണം ഇങ്ങോട്ടൊക്കെ ഇരിക്കേ? ആ ടീച്ചർ വന്നിരുന്നോ? ഞാൻ കണ്ടിട്ടില്ലേ. കാണണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ, അല്ലാതെ അങ്ങോട്ടൊക്കെ